മഞ്ജുഷ്, പശ്ചിമേഷ്യയിൽ അതിസങ്കീർണ യുദ്ധ സാഹചര്യം എന്ന് തന്നെ വേണം പറയാൻ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നും UAE-യിൽ അതിക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. എയർപോർട്ട് പരിസരത്താണ് ആക്രമണം ഇന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ ഷാർജയിലും സ്ഫോടനം ഉണ്ടായി എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ഷാർജ ാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത്. അല്പസമയം മുമ്പാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നത്. പക്ഷേ ആളപായം ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്കറിയാം, മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഈ അൽനാദ എന്ന് പറയുന്ന സ്ഥലം. ഷാർജ ദുബായ് ബോർഡറിനോട് ചേർന്ന സ്ഥലമാണ് അൽനാദ. ദുബായിലും മറ്റും ജോലി ചെയ്യുന്ന ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ് അൽനാദ എന്ന് പറയുന്നത്. മലയാളികൾ ഒക്കെ തന്നെ ആശങ്കയിലാണ് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്ന് 2 പേർക്ക് പരിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്താണ് 2 പേർക്ക് പരിക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ദുബായിൽ ഈ ഡ്രോണുകളൊക്കെ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് താഴേക്ക് പതിക്കുന്ന അതിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ 2 പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്, 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്ഥിരീകരിക്കാത്ത ഒരു തരത്തിലുള്ള വാർത്തകളും നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ ദുബായിയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വലിയ ഷാർജയിൽ നടന്ന ആക്രമണമാണല്ലോ ഏറ്റവും ഒടുവിലത്തേതല്ലേ? അതും ഈ മിസൈൽ അവശിഷ്ടം പതിക്കുന്നു എന്നതാണോ? ഇപ്പോൾ ആകാശത്ത് വെച്ച് തന്നെ ഡ്രോണുകളും മിസൈലുകളും നിർവീര്യമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവശിഷ്ടം പതിച്ചാണോ ഇങ്ങനെ ഷാർജയിൽ ഇങ്ങനെ ഒരു കെട്ടിടത്തിന് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്? മഞ്ജുഷ്, ഷാർജയിൽ അത്തരത്തിലല്ല, സ്ഫോടനം എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അൽനാദ ഏരിയയിലാണ് ഇത്തരത്തിൽ സ്ഫോടനം. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷെ ആളപായം ഇല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്.